ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കെട്ടുടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ പീസ് നമുക്ക് 20 ഇഞ്ച് നീള 20 ഇഞ്ച് വണ്ണത്തിലും 13 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു പീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ ഇങ്ങനെ സെൻട്രലിൽ ഇങ്ങനെ മടക്കാം. സെൻറ്ററിലേക്ക് 2 പീസും ഇതിങ്ങനെ ഒപ്പം വരാൻ പാകത്തിന് നമുക്കത് ഇങ്ങനെ മടക്കി വെച്ച് ചെയ്യാം. വേണ്ട, എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്നും കൂടി മടക്കാം. ഇങ്ങനെ അപ്പം 2 മടങ്ങിയിരിക്കുന്ന ഭാഗം ഇങ്ങോട്ടും കട്ടിങ്ങുള്ള ഒരെണ്ണം കട്ട് ചെയ്തതും ഒരെണ്ണം കട്ട് ചെയ്യാത്ത പീസും ഈ ഭാഗത്തും ഇരിക്കണം. അങ്ങനെ നമുക്ക് ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് നെക്ക് അടയാളപ്പെടുത്താം. അത് ഇവിടെ അടയാളപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളവന്നെ നമ്മുടെ കെട്ടുടുപ്പിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെ 2 ഇഞ്ച് വീതിയിൽ നെക്ക് അടയാളപ്പെടുത്താം. 2 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് ഇറക്കത്തിലും നമുക്കിവിടെ ഒരു സ്ക്വയർ ആദ്യം തന്നെ അടയാളപ്പെടുത്തിയിട്ട് സ്ക്വയറായിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്കത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ച് വീതും 2.5 ഇഞ്ച് ഇറക്കവും 2 ഇഞ്ച് വീതിയും ഇങ്ങനെ റൗണ്ട് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ചും അപ്പോൾ ഇവിടെ വന്നത് കൈക്കുഴിയാണ് അപ്പോൾ കൈക്കുഴി 4 ഇഞ്ചും കൈക്കുഴിയുടെ ഇറക്കം അടയാളപ്പെടുത്താം. അതൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഇഞ്ച് വീതിയാണ് ഇവിടെ വന്നോളൂ നമുക്ക്. ഇനി 4 ഇഞ്ച് വീതിയിൽ ഷോൾഡറും ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്യാണ്. നെക്ക് 2.5 ഇഞ്ച് ഇറക്കത്തിലും 2 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് ഷോൾഡർ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ 4 ഇഞ്ച് ഇറക്കത്തിലേക്ക് അവിടെ നിന്ന് നമുക്കിത് ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഈ കെട്ടുടുപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ നമുക്ക് തയ്യലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ആദ്യം തന്നെ ഇത് ചെയ്യുന്നത് നല്ലതാണ് കട്ടിങ്ങും പിന്നെ ഇത് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ നെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് ആവും. നമുക്കിത് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയാണ് സ്റ്റിച്ച് ചെയ്യണേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. ഈ കൈക്കുഴി ആദ്യം തന്നെ ചെറുതായിട്ട് മടക്കി അടിക്കാം നൂല് വീതിയിൽ. നമ്മൾ കെട്ടുടുപ്പിൻ്റെ ഒന്നും വീതി ഒരുപാടില്ലാതെയുള്ള നമ്മൾ കണ്ടിട്ടില്ല കെട്ടുടുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ഒട്ടും വീതിയില്ലാതെ. അപ്പം നമ്മൾ കെട്ടുടുപ്പിനൊക്കെ തുണി വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ തീരെ കനം കുറഞ്ഞ കോട്ടൺ എന്ന് പറഞ്ഞ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ ഇത് വെച്ച് ചെയ്യുന്നത് നല്ലത്. ആദ്യം തന്നെ ചെറിയ മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കി നമുക്ക് അടിക്കാം. ഇതിങ്ങനെ ചുരുട്ടി കൊടുത്താണ് അടിക്കാനറിയാവുന്നവർക്ക് ചുരുട്ടി കൊടുത്തും ചെയ്യാം അപ്പം നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ വീതി മാത്രമാണ് വരുള്ളൂ. നമ്മുടെ നൂലിൻ്റെ വീതിയിൽ ഒരു പൊടിക്ക് വീതിയും കൂടുതൽ വരുള്ളൂ നമ്മൾ അങ്ങനെ ചുരുട്ടി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പാടില്ലാത്തവർക്ക് പഠിക്കണവർക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നാലും എത്രയോ വീതി കുറച്ച് ചെയ്യാൻ പറ്റണോ അത്രയും വീതി കുറച്ച് ചെയ്യാം എന്നിട്ട് ഈ കൈക്കുഴി കൂടി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ അടിച്ച് വരുമ്പോൾ എങ്കിലാണ് നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ആദ്യത്തിൽ ചെയ്തെങ്കിലാണ് നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ തയ്യലിൻ്റെ ഇതൊക്കെ അടിക്കണ ഭാഗം എഡ്ജുകളും ഒക്കെ നമുക്ക് കയ്യിൽ വഴങ്ങുള്ളൂ. ഇത് ചെയ്യുക ആദ്യം തന്നെ. ഇനി ഇവിടെ ഒന്ന് മടക്കി അടിക്കാം ബാക്ക് ഓപ്പൺ വന്ന ഭാഗത്ത് അവിടെയും ചെറിയ രീതിയിൽ മടക്കി അടിക്കാം. അപ്പോൾ ഇതൊക്കെ ആദ്യം ചെയ്തും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പെറ്റിക്കോട്ടും മറ്റേ ഇതൊക്കെ അടിക്കാൻ നെയ്റ്റിയും ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലാതെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആവില്ല. നമ്മൾ ആദ്യം തന്നെ കുറേ സ്റ്റിച്ചിങ് നമ്മൾ മെഷീൻ അടിക്കാൻ പഠിച്ചിട്ട് മാത്രം കാര്യമല്ല, ഓരോന്ന് ചെയ്ത് സ്റ്റിച്ചിങ്ങിനും പെർഫെക്ഷൻ വേണം. എന്നാലാണ് നമ്മൾ എല്ലാ ചെയ്യുമ്പോൾ അങ്ങനെ നല്ല ഇതിലിരിക്കുള്ളൂ. ഇനി ഇതേ നമുക്ക് ഷോൾഡർ അരികെ അടിച്ച് കഴിഞ്ഞ് ഷോൾഡർ കൂട്ടിയടിക്കാം. കൂട്ടിയടിക്കുമ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് ബാക്ക് നെക്ക് വരാൻ കണക്കിന് നല്ല
ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ചീത്ത ഭാഗത്ത് വെച്ച് അടിക്കാം, വശം മാറിപ്പോവാതെ. ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്ക് അടിക്കുന്നത്. അപ്പോൾ ബാക്കും ഫ്രണ്ട് നെക്കും ഒന്നിച്ച് ഒരു അടിപ്പായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടും കൂടി വേറെ വേറെ അടിക്കേണ്ടി വരും. ഇതാണ് എളുപ്പം, ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ട് നെക്ക് അടിക്കുക. അപ്പോൾ ഒരറ്റത്തുനിന്ന് അടിച്ചു തുടങ്ങിയാൽ മറ്റേ അറ്റത്തെത്തുമ്പോൾ നിർത്താൻ രീതിയിൽ ഇതേ കണ്ട. ഇനി ഇവിടെ നിന്ന് അടിച്ച് ഇങ്ങനെ തുടങ്ങി ഈ അറ്റം വരെ അടിക്കുക. അതും ചെറിയ രീതിയിൽ തന്നെ അടിക്കാൻ നോക്കാം കേട്ടോ. നെക്ക് ഇങ്ങനെ മടക്കി അടിക്കുക. അപ്പോൾ നിങ്ങൾ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ആദ്യം തന്നെ പഠിക്കാം കേട്ടോ. എന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിത് ഓരോന്നും ചെയ്യണുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ പെറ്റിക്കോട്ട് അടിക്കുന്നത് എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം, കമൻറ്റും ചെയ്യുക കേട്ടോ. എൻ്റെ പുതിയ വീഡിയോകളൊക്കെ എന്നാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഓരോന്നോരോന്ന് ഇതിനകത്ത് തയ്യൽ പഠിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നെക്കും അടിക്കൽ കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയും കൂടി മടക്കി അടിച്ച് പിന്നെ ഇവിടെ ഒരു വള്ളിയും വെച്ചാൽ മതി. വള്ളി വെച്ച് അതിൻ്റെ പരിപാടി ഈ വള്ളി വെച്ചാൽ മതി. ഞാനിത് പൈപ്പിംഗ് ത്രെഡാണ് കേട്ടോ, പൈപ്പിംഗ് ത്രെഡാണ് ചെയ്യണം. നിങ്ങൾക്ക് ഈ തുണിയും കൊണ്ട് തന്നെ ചെറിയ വള്ളി ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇത് പൈപ്പിംഗ് ത്രെഡ് ഉണ്ടായി, അത് വെച്ചാണ് ചെയ്യണം. ഈ വള്ളിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തയ്യൽ കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. വള്ളിയും അടിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ കെട്ടുടുപ്പിൻ്റെ തയ്യൽ. നിങ്ങൾ ചെയ്ത് നോക്കാം. ഒന്ന് കെട്ടിക്കൊടുക്കാം നമുക്ക്. ഇപ്പം ആരും കെട്ടുടുപ്പൊന്നും തയ്ക്കണമൊന്നുമില്ലായിരിക്കും, എല്ലാവരും ഈ റെഡിമെയ്ഡ് വാങ്ങിക്കാമല്ലോ. എന്നാലും നമുക്ക് ആവശ്യം വന്നാൽ ഇതൊക്കെ പഠിച്ചിരുന്നാൽ ഇടയ്ക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.